എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ നിന്റെ നെഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തധമനിയാണ്. നിന്റെ ജീവൻ നിലനിർത്തുന്നത് ഞാനാണ്. ഒരു നിമിഷം നീ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം നിർത്തിവെച്ച് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക. നിങ്ങൾ എന്നെ ഇങ്ങനെ അവഗണിക്കുകയാണെങ്കിൽ അധികം വൈകാതെ ഞാൻ പൂർണ്ണമായി അടഞ്ഞു പോകും. അന്ന് നിങ്ങളുടെ ഹൃദയം നിലച്ചു പോയേക്കാം. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ ഒരു ചെറിയ ജീവനായി തുടിക്കുമ്പോൾ മുതൽ ഞാൻ നിങ്ങൾക്കായി രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങിയതാണ്. നിങ്ങളുടെ വീട്ടിൽ കുടിവെള്ളത്തിനായിട്ട് പൈപ്പില്ലേ? പുറമേ നിന്ന് നോക്കുമ്പോൾ പൈപ്പ് നല്ലതാണെന്ന് തോന്നിയാലും വർഷങ്ങളായി അതിനുള്ളിൽ തുരുമ്പും അഴുക്കും അടിഞ്ഞു കൂടുന്നത് ആരും കാണാറില്ല. പെട്ടെന്നൊരു ദിവസം വെള്ളം നിൽക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ ഗൗരവം അറിയുന്നത്. അതുപോലെ എന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. പലരും വിചാരിക്കുന്നത് 40 വയസ്സിന് ശേഷമാണ് ഞാൻ കേടാകാൻ തുടങ്ങുന്നത് എന്നാണ്. എന്നാൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ തെറ്റായ ഭക്ഷണശീലങ്ങളാണ് എന്നെ രോഗിയാക്കി മാറ്റാൻ അടിത്തറയിട്ടത്. നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ അമിതമായി കഴിച്ച ചോക്ലേറ്റുകളും ബേക്കറി പലഹാരങ്ങളും ഫാസ്റ്റ് ഫുഡുകളും കാരണം എന്റെ ചുവരുകളിൽ വളരെ നേരത്തെ തന്നെ കൊഴുപ്പിന്റെ വരകൾ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മുതിർന്നു വരുമ്പോൾ ഡയറ്റും വ്യായാമവും ഒക്കെ ചെയ്താലും കുട്ടിക്കാലത്ത് നിങ്ങൾ എനിക്ക് തന്ന ആഘാതങ്ങളിൽ നിന്നാണ് എന്റെ തകർച്ചയുടെ തുടക്കം. എന്റെ ഏറ്റവും ഉള്ളിലെ അതീവ മൃദുവായ സംരക്ഷണ പാളിയാണ് എൻഡോത്തീലിയം. നിങ്ങളെ രോഗങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്ന എന്റെ കോട്ടയാണത്. എന്നാൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ബേക്കറിയിൽ നിന്നും വാങ്ങി കഴിക്കുന്ന പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും വറുത്ത പലഹാരങ്ങളും എന്റെ ഈ കവചത്തെയാണ് ആദ്യം തകർക്കുന്നത്. ഈ കവചം തകരുന്നതോടെ ഞാൻ പൂർണ്ണമായും ദുർബലനാകുന്നു. പലരും വിചാരിക്കുന്നത് എന്റെ ഉള്ളിൽ കൊഴുപ്പ് ഒന്ന് വെറുതെ അടിഞ്ഞു കൂടുകയാണെന്നാണ്. എന്നാൽ അതിനു മുമ്പ് എന്റെ ഉള്ളിൽ ഒരു വലിയ തീപിടുത്തം നടക്കുന്നുണ്ട്. അതാണ് ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട്. നിങ്ങൾ കഴിക്കുന്ന മോശം ഭക്ഷണങ്ങൾ എന്റെ ഉള്ളിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. ഈ നീർക്കെട്ടിന്റെ തീവ്രത അളക്കാനാണ് ഡോക്ടർമാർ ഹൈ സെൻസിറ്റിവിറ്റി CRP എന്ന രക്തപരിശോധന നടത്തുന്നത്. ഇതിന്റെ അളവ് കൂടുകയാണെങ്കിൽ എന്റെ ഉള്ളിൽ കടുത്ത തീപിടുത്തം നടക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ആരോഗ്യം നിലനിർത്താൻ എന്റെ എൻഡോത്തീലിയം നിരന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അത്ഭുത വാതകമുണ്ട്. അതാണ് നൈട്രിക് ഓക്സൈഡ്. എനിക്ക് കൃത്യമായി വികസിക്കാനും നിങ്ങളുടെ BP നിയന്ത്രിക്കാനും രക്തം കട്ടപിടിക്കാതെ സുഗമമായി ഒടുക്കാനും ഈ വാതകം വേണം. എന്നാൽ നിങ്ങൾ വ്യായാമം ചെയ്യാതിരിക്കുമ്പോഴും പുകവലിക്കുമ്പോഴും എന്റെ ഉള്ളിലെ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് ഇല്ലാതാവുകയാണ്. അത് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഓഫീസിലോ വീട്ടിലോ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയും ദേഷ്യത്തിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ എന്റെ ചുവരുകളിൽ ഒഴുകിയെത്താറുണ്ട്. അവ എന്നെ ആസിഡ് പോലെ പൊള്ളിക്കുന്നു. എന്റെ നീർക്കെട്ട് ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി ഉയർന്നു നിൽക്കുമ്പോൾ ഈ അമിതമായ ഗ്ലൂക്കോസ് എന്റെ ചുവരുകളിലെ പ്രോട്ടീനുമായി ചേർന്ന് ഒരു രാസപ്രവർത്തനം നടത്തുന്നു. ഇതുവഴി എന്റെ സ്വാഭാവികമായ ഇലാസ്തികത പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയാണ്. ഇങ്ങനെയാണ് ഞാൻ കട്ടിയുള്ള ഒരു പഴയ പ്ലാസ്റ്റിക് പൈപ്പ് പോലെയായി മാറുന്നത്. എന്റെ ഉള്ളിലെ നീർക്കെട്ട് കാരണം അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ കട്ടിയാവാൻ തുടങ്ങും. ആ സമയത്ത് ശരീരം അതിനെ ഒരു മുറിവായി കണ്ട് അത് പരിഹരിക്കാനായി എന്റെ ചുവരുകളിലേക്ക് കാൽഷ്യത്തെ അയക്കുകയാണ്. അങ്ങനെ എന്റെ ഉള്ളിൽ കാൽഷ്യം അടിഞ്ഞുകൂടാൻ തുടങ്ങുകയാണ്. കാൽഷ്യം എന്ന് നിറയുന്നതോടെ ഞാൻ കല്ല് പോലെ ഉറച്ചു പോകുന്നു. കാർഡിയോളജിസ്റ്റുകൾക്ക് പോലും നീക്കാൻ പറ്റാത്ത അത്ര കടുപ്പമുള്ള പാറയായി ഞാൻ മാറുന്നത് ഈ കാൽഷ്യം കാരണമാണ്. ഒരു സാധാരണ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർമാർക്ക് എന്റെ ഉള്ളിലെ എക്സ്റേ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ പലപ്പോഴും എന്റെ ഉള്ളിലെ യഥാർത്ഥ അവസ്ഥ ഞാൻ ഒളിപ്പിച്ചു വെക്കും. എന്നാൽ കാർഡിയോളജിസ്റ്റുകൾ അത്യാധുനികമായ IVS, OCT തുടങ്ങിയ ക്യാമറകൾ ഉപയോഗിച്ച് എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ എനിക്ക് ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. എന്റെ ആന്തരിക കവചമായ എൻഡോത്തീലിയത്തിൽ എവിടെയൊക്കെയാണ് കീറലുകൾ ഉള്ളതെന്നും ഏതൊക്കെ ബ്ലോക്കുകളാണ് നാളെ പൊട്ടി ഹൃദയാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതെന്നും ഞാൻ ഡോക്ടർമാർക്ക് കാണിച്ചു കൊടുക്കും. ഈ 2 വിദ്യകളിലൂടെ എന്റെ ഉള്ളിലെ എല്ലാ കള്ളത്തരങ്ങളും ഡോക്ടർമാരുടെ മുന്നിൽ വിളിച്ചതാവും.